നമസ്കാരം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതിശയകരമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ, അതായത് ജനുവരി മുതൽ മാർച്ച് വരെ, ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അഥവാ GDP 7.8% വളർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2022-23 6.7% എന്നത് 2023-24 ആയപ്പോഴേക്കും 7.2% വളർന്നു കഴിഞ്ഞു. മാനുഫാക്ചറിംഗ് മേഖലയിലുള്ള വളർച്ചയാണ് GDP ഉയരാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 7% വളർച്ച കൈവരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ. നിലവിൽ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണിത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കനുസരിച്ച് 2025 $4339.83 ബില്യൺ GDP ഉള്ള 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. 2027 $5287.04 ബില്യൺ GDP-യുമായി ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് US-നും ചൈനയ്ക്കും ശേഷം 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും IMF റിപ്പോർട്ടിൽ പറയുന്നു. 2022 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ GDP ഏകദേശം $6436.65 ബില്യൺ ആകുമെന്നാണ് കരുതുന്നത്. കൽക്കരി, എണ്ണ, പ്രകൃതിവാതകം, ഊർജം, ഉരുക്ക്, സിമന്റ്, രാസവളങ്ങൾ എന്നിവയാണ് 8 പ്രധാന മേഖലകൾ. ഇവയുടെ ഉൽപാദനത്തിന്റെ വളർച്ച പരിശോധിക്കുകയാണെങ്കിൽ കൽക്കരി 7.5%, വൈദ്യുതി 9.4%, സ്റ്റീൽ 7.1%, പ്രകൃതിവാതക ഉൽപാദനം 8.6% ഉയർന്നതായി കാണാൻ സാധിക്കും. ഒപ്പം തന്നെ സിമന്റ് ഉൽപാദനം ഏപ്രിലിൽ 0.6%, ക്രൂഡ് ഓയിൽ ഉൽപാദനം 1.6% വളർച്ച കൈവരിച്ചിരുന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയെ ബാധിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. IMF, ലോകബാങ്ക്, സെൻട്രൽ ബാങ്ക് തുടങ്ങിയ ഏജൻസികൾ ഇന്ത്യയുടെ വളർച്ചയെ പ്രശംസിച്ചിരുന്നു. രാജ്യത്തെ GST വരുമാനത്തിലും കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെയ് മാസത്തിലെ GST വരുമാനം 1,72,739 കോടി രൂപയായി. മുൻവർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 10% വളർച്ചയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 2023 മെയ്യിൽ 1,57,090 കോടി രൂപയായിരുന്നു വരുമാനം. കേന്ദ്ര GST ആയി 32,409 കോടി രൂപയും സംസ്ഥാന GST ആയി 40,265 കോടി രൂപയും ലഭിച്ചു. 87,781 കോടി രൂപയാണ് സംയോജിത GST. കൂടാതെ 12,284 കോടി രൂപ സെസ്സായും പിരിഞ്ഞു കിട്ടിയിരുന്നു. 2023 മെയ്യിൽ 2,297 കോടി രൂപയേക്കാൾ 13% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ രൂപ അതിശക്തമായ കറൻസിയായി സമീപഭാവിയിൽ മാറിയേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് റിസർവ് ബാങ്ക് ലാഭവിഹിതത്തിൽ നിന്നും 2.1 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൊടുത്തതാണ്. ജൂലൈ 1 മുതൽ JP Morgan Chase & കമ്പനിയുടെ ബോണ്ട് സൂചികയിൽ ഇന്ത്യൻ ബോണ്ടുകളെ ജൂൺ 28 മുതൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുവഴി ഇന്ത്യയിലേക്ക് ഏകദേശം $4,000 കോടി വിദേശ നിക്ഷേപം ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് രൂപയെ വീണ്ടും ശക്തിപ്പെടുത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം. 2024 അവസാനത്തോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഉയരും. ഇനി സ്വർണത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആവശ്യത്തിന് ആഭ്യന്തര സംഭരണ ശേഷിയുള്ളതിനാൽ റിസർവ് ബാങ്ക് 100 മെട്രിക് ടൺ സ്വർണശേഖരം ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റിയിരുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സ്വർണശേഖരം 27.46 മെട്രിക് ടൺ വർദ്ധിച്ച് 822 മെട്രിക് ടൺ ആയെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിദേശത്തെ ലോക്കറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ ഏകദേശം 1/4 ഭാഗമാണ് റിസർവ് ബാങ്ക് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ സ്വർണം ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. ഓഹരി വിപണിയിലും വൻ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. സെൻസസ് 378.59 പോയിന്റ് ഉയർന്ന് 74,804-ലും, നെഫ്റ്റി 105.65 പോയിന്റ് ഉയർന്ന് 22,726-ലും എത്തിയിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ്, SBI, കോൾ ഇന്ത്യ, പവർ ഗ്രിഡ് തുടങ്ങിയ കമ്പനികളാണ് നേട്ടമുണ്ടാക്കിയത്. വരും വർഷങ്ങളിൽ
ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇനിയും മാറി മറിയുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.